നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്സാണ്. നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ ഭദ്രതയ്ക്കും കരിയർ എനർജിയിലെ മാറ്റങ്ങൾക്കും പുതിയൊരു ജോബ് പാത, കരിയർ പാത നിങ്ങൾക്ക് ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതും, അതുപോലെ ബന്ധങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, നിങ്ങളിൽ എന്താണ് നിങ്ങളിപ്പം കറൻ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജിയാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ മെസ്സേജായിട്ട് എടുക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ ഒരു വിശ്വാസത്തോടു കൂടി ഡിവൈനിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് ഓപ്പൺ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ റീഡിങ്സ് കേട്ട് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈന് ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിലേക്ക് നൽകിയതിനും, അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻസ് ഡിവൈൻ്റേതാകുന്ന അനുഗ്രഹം നിറഞ്ഞൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകിയതിനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് ഡിവൈന് പോസിറ്റീവായിട്ട് കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത്. പോസിറ്റീവാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരുന്ന 100 ഇരട്ടിയായിട്ട് പോസിറ്റീവായിരിക്കും. നമ്മുടെ പൂർവികർ പറയുന്നത് പോലെ കൊടുക്കും തോറും ഏറിടുമെന്ന് പറയുന്നത്. അത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു വരിക എന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്ത് കിട്ടുമ്പോഴും നമ്മൾ തിരിച്ചതിന് ഫലം ചെയ്താൽ, നമ്മൾക്ക് കിട്ടുന്നതിന് നമ്മളൊരു നന്ദി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഡിവൈനോടൊരു ആത്മാർത്ഥമാകുന്ന ഒരു പോസിറ്റിവിറ്റിയോട് കൂടി ഏറ്റവും നല്ല മനസ്സോടുകൂടി നന്ദി പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഡിവൈൻ നൽകിക്കൊണ്ടിരിക്കും. പണമുള്ളവന് പണമുണ്ടാകുന്നു, വിജയിക്കുന്നവൻ എപ്പോഴും വിജയിക്കുന്നു. സന്തോഷമുള്ളവന് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അത് അവൻ പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റിടങ്ങളിലേക്കെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. നമ്മൾക്ക് മാനസികപരമായിട്ട് നമ്മളെ തകർക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസുകൾ ഓരോ ദിവസം ഓരോ വ്യക്തി ബന്ധങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരും. പക്ഷെ നമ്മൾ പതറരുത്. കാരണം അതെല്ലാം നമ്മൾക്ക് ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സ്ട്രോങ് ആകുന്ന മൈൻഡ് സെറ്റിനെ കുറച്ചും കൂടി പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്നതാണ്. നമ്മളവിടെ പതറില്ല, ഒരടി പോലും നമ്മൾ പതറില്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം. കാരണം നമുക്ക് സ്ട്രഗിളിങ് വന്നാലാണ്, തിക്തമാകുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. നമ്മളെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ. അതുപോലെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നെഗറ്റീവിൽ നമ്മൾ തളർന്നിരിക്കാതെ ഉയർത്തെഴുന്നേൽക്കണം. എപ്പോഴും അഫർമേഷൻസുകൾ എഴുതണം. 2026 തീർച്ചയായിട്ടും 15 കാര്യങ്ങൾ നേടിയെടുക്കും ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എന്ന ഒരു വെല്ലുവിളിയോടുകൂടി ആയിരിക്കണം സ്റ്റാർട്ടിങ് ചെയ്യാൻ പാടുള്ളൂ. അത് എന്ത് കാര്യമായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, ഒരു പേപ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ 15 കാര്യങ്ങൾ എഴുതി വെക്കണം. അത് പ്രായമൊന്നും നിങ്ങൾ കരുതണ്ട. ഭഗവാനിലേക്ക് സമർപ്പിക്കുക, ഡിവൈനിലേക്ക് സമർപ്പിക്കുക. ആ 15 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. ഞാൻ 15 കാര്യങ്ങൾ ഈ 2026 അവസാനിക്കുന്നതിന് മുമ്പ് നേടിയെടുക്കും, അതെനിക്ക് ലഭിച്ചിരിക്കും, അതെനിക്ക് തന്നതിന്, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നതിന് ഡിവൈനോട് ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ നിങ്ങൾ എപ്പോഴും പറയണം, എപ്പോഴും ചിന്തിക്കണം. അതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ സ്വപ്നം കാണണം. എങ്കിൽ മാത്രമാണ് അത് നമ്മളെ തേടി വരുമെന്ന് പറയുന്നത് കേട്ടോ. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാഹി മന്ത്രം എന്തിനാണെന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. മണി അഫർമേഷൻസും ഫിനാൻഷ്യൽ കർമ്മ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനാണ്. ഏത് തരത്തിലുള്ള കർമ്മയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊന്നും ചിന്തിക്കണ്ട. കർമ്മയെക്കുറിച്ച് ചിന്തിക്കണ്ട, ഹീലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക, മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് പുതിയ നമ്മളാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. വേറൊരാൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ഒരിക്കലും നിൽക്കരുത്.
ഡിവൈനിന് പോലും നമ്മളുടെ ഒരു കാര്യവും വിട്ടുകൊടുക്കരുത്. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുക, ബാക്കിയെല്ലാം നമ്മളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മളായിരിക്കണം പൂർണ്ണമായിട്ട് നിൽക്കേണ്ടത്. ഈശ്വരൻ്റെ ആ ഒരു ഡിവൈൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിൽ വന്ന് ചേർന്നുകൊള്ളും. നമ്മൾ ചെയ്യുന്നത് സത്യസന്ധവും ആത്മാർത്ഥവും നീതിപൂർണവുമായ കാര്യമാണെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് തന്നെ പോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ വിശ്വസിക്കുക, ജീവിതത്തെ തന്നെ വിശ്വസിക്കുക, ഈ ജന്മത്തെ തന്നെ വിശ്വസിക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. സെക്കൻഡ്, നമ്മളെ സ്നേഹിക്കുക. സെൽഫ് ലവ് എനർജിയിലേക്കും സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്കും എപ്പം നിങ്ങൾ മാറുന്നു അവിടെ തൊട്ട് നിങ്ങളുടെ സമയം മാറാൻ തുടങ്ങി. മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആരിൽ നിന്നും നമുക്കത് ലഭിക്കും ഇത് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയെ നിങ്ങൾ എവിടെ ഉപേക്ഷിക്കുന്നോ അവിടെ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുമെന്ന് മനസ്സിലാക്കുക. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആരിലാണോ പ്രതീക്ഷ അർപ്പിക്കുന്നത്, അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിനേക്കാൾ ശക്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോകുന്നത്? ഒരുപാട് പേരുടെ ഒരു പരാതിയാണ്, എന്നെ അവർ പരിഗണിക്കുന്നില്ല, ഹസ്ബൻഡും മക്കളും വില തരുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ്, സഹോദരങ്ങൾ ഇങ്ങനെയാണ്. എന്തിനാണ് അതൊക്കെ? എന്തിനാണ്? അതെല്ലാം ഒരു ഭാഗം മാത്രമാണ്. അതൊക്കെ വരേണ്ട രീതി വന്നോളും. നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ നോക്കിയാൽ, നിങ്ങളിൽ മാറ്റം വരുത്താൻ നോക്കിയാൽ. നമ്മളുടെ ഏറ്റവും വലിയൊരു തെറ്റായ ഒരു ചിന്തയാണ് മറ്റാരോ എന്തോ ചെയ്തു തരുമെന്നുള്ളത്. എവിടെ? അങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കരുത് ഒരിക്കലും, കേട്ടോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങും. അതിനകത്ത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. സ്വയം വിശ്വാസം കൊടുക്കുക. സ്വയം സമർപ്പണബോധത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ദൈവിക ഭയത്തോടു കൂടിയും നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കോ. ബാക്കിയെല്ലാം കാലം കറക്റ്റ് സമയത്ത് നമ്മളിലേക്ക് തരും, കേട്ടോ. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്, കേട്ടോ. ഫസ്റ്റ് തന്നെ പെൻറ്റിക്കിൾസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കണം. നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. കൺഫ്യൂസ്ഡ് എനർജി, അതായത് എന്താണ് എങ്ങനെയാണ് തുടങ്ങി വെക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കേണ്ട സമയമല്ല, ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ആക്ഷൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ചിന്തകൾ, നിങ്ങളുടെ ആ ഒരു തോട്ട്സ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം. പക്ഷേ ആക്ഷൻ ഇല്ല, ആക്ഷൻ സ്റ്റക്കാണ്. കാരണം ഏത് വേണ്ട, കാരണം ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ചിലപ്പോൾ ഈ മനസ്സിനകത്ത് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവായിരിക്കും, ഒന്നിലധികം കാര്യങ്ങൾ നിൽപ്പുണ്ടാവാം. ഏതാണ് എനിക്ക് ബെറ്റർ, ഏതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായ മാർഗമെന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത്. കൺഫ്യൂഷൻ എനർജി അല്ല വേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആകുന്നത്, ഏത് ഭാഗത്തെക്കുറിച്ചാണ് നല്ലതും ചീത്തയും ആകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളത്, എവിടെയാണോ നിങ്ങളൊന്ന് പതറിയാലും തിരിച്ചു പിടിക്കാൻ പറ്റുന്നിടമുള്ളത്, അവിടെ ഫോക്കസ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. ചെറുതിൽ നിന്നും വലുതിലേക്ക് ഉയരാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. വെൽത്ത് എനർജിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എനർജി ഇന്ന് നിങ്ങൾക്കുണ്ട്. ലൈഫ് ലോങ് സക്സസ് എനർജിയിലേക്ക് പോകാനുള്ള ചില ഓപ്പർച്യൂണിറ്റീസുകൾ, സാമ്പത്തികപരമാകുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് ഇന്നത്തെ എനർജിയിൽ കാണുന്നത്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കൺഫ്യൂഷൻ എനർജി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തേക്ക് കടക്കുക. കാരണം പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല എന്നും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിന് മാറ്റം വരുന്നതെന്നും നഷ്ടവും ലാഭവും എല്ലാം ആസ്വദിക്കാനൂടി നിങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരുമായിരിക്കും, അവിടെയും നമ്മൾ സന്തോഷം കണ്ടെത്തണം. ലാഭമുണ്ടായാലും സന്തോഷം കണ്ടെത്തണം. കാരണം നഷ്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പരാജയമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവസാന ഘട്ടമല്ല, അതൊരു വ്യക്തിയുടെ എൻഡിങ് അല്ല. അത് പരാജയമാണ് ഒരു വ്യക്തിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നുമാണ് ഉയരേണ്ടത്.
വിജയിച്ചു പോകുന്നവൻ എപ്പോഴും ആ ഒരു ചെറിയ ഒരു എനർജിയിൽ ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ. അതേസമയം പരാജയവും വിജയവും എല്ലാം മിക്സഡായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് രണ്ടും അനുഭവിക്കാൻ പറ്റും, രണ്ടിൻ്റെയും സുഖം അറിയാൻ പറ്റും. കയ്പും മധുരവും അറിഞ്ഞ് മാത്രം കടന്നു പോകുന്ന ജീവിതമാണ് പൂർണ്ണതയിൽ എത്തുക എന്നുകൂടി മനസ്സിലാക്കുക. പ്രതിസന്ധികളുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് മുന്നിൽ. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗുഡ് ന്യൂസ് എനർജിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസത്തോടു കൂടി വെയിറ്റിംഗ് ചെയ്ത ഒരു പക്ഷേ കരിയർ ആയിരിക്കാം, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾക്കിന്ന് വന്നു ചേരുന്ന ദിവസമാണ്. സാമ്പത്തികപരമാകുന്ന ഒരു അബണ്ടൻസ് വന്നു ചേരുന്ന ദിവസമാണ്. തടസ്സങ്ങളെ അതിജീവിച്ചൊരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ട്രാവലിംഗ് നിങ്ങൾക്ക് ഓക്കെ ആകുന്ന അതിൻ്റെ ആ ഒരു പ്രതിസന്ധിയൊക്കെ മാറി നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സിലേക്ക് വരുന്ന ദിവസമായിട്ടൊക്കെ തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് പ്രവർത്തിച്ചവർക്ക്, ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചവർക്ക് ഗുണകരമാകുന്ന ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ ചില ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും മറ്റു ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചില പുതിയ അവസരങ്ങളുടെ സമയമാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരാൻ പോകുന്നതായിട്ടും നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു പ്രാർത്ഥനയുടെ ഫലം, ഒരു കൂട്ടായ്മയോടുകൂടിയ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് സക്സസ് എത്തിക്കാൻ സാധിക്കുന്ന ദിവസമായിട്ടും ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ചില പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന സമയമായിട്ടും കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന ദിശയിലേക്ക് പോകണമെന്നല്ലെങ്കിൽ ഇന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കേണ്ട സമയമാണ് എന്നൊക്കെയുള്ളൊരു ഇന്നർ കോളിംഗ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട്. കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ച വ്യക്തികളായിക്കോട്ടെ, വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വപ്നത്തെക്കുറിച്ചൊരു ചഞ്ചലിതമാകുന്ന അവസ്ഥയിൽ നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് വളരെ കറക്റ്റും വ്യക്തവുമാകുന്ന ചില ആൻസറുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏത് രീതിയിലാണെങ്കിലും അതും ബ്ലെസ്സിങ്സോട് കൂടിയാണ് കേട്ടോ. അദർശ്യമാകുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന അദർശ്യ ശക്തിയുടെ ചില പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസന്തം നിങ്ങളെ തേടി വരുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പം ചില കാര്യങ്ങൾ, ചില കർമ്മ എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റീബർത്ത് എനർജിയെ ബേസ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി കളഞ്ഞ്, ചില നെഗറ്റീവാകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മാറ്റി വെച്ച് പോസിറ്റീവിലേക്ക് ചുവട് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതായിട്ടും നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നു. കോൺഫ്ലിക്റ്റുകൾ, തടസ്സങ്ങൾ, നിങ്ങളുമായിട്ട് മത്സരിച്ച ചില വ്യക്തികളൊക്കെ പിന്മാറുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഈഗോ എനർജിയിലൊക്കെ നിന്നവരിലൊക്കെ നല്ലൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. നൈറ്റോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഡബിൾ എനർജിയുടെ പ്രസൻസ് 3-4 ദിവസമായിട്ട് നമ്മുടെ എനർജിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ കുറേ ആളുകളിലേക്ക് നമുക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കളയുന്ന ഒരു പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഡിപ്രഷനും ആവുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആൻസൈറ്റി എനർജിയിലും നിൽക്കുന്ന ഒരവസ്ഥ, ഉറക്കമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തിനെയോ ഭയപ്പെടുന്നുണ്ട് കുറേ ആളുകൾ. അത് ഈ ഒരു നെഗറ്റീവ് ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് നിങ്ങൾക്ക് ഇത്രയും ശക്തമാവുന്നൊരു പവർ ലോസിങ് വരുന്നത്. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ബന്ധത്തെ ബേസ് ചെയ്തോ, അതല്ല എങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു തെറ്റ്
നിങ്ങൾക്ക് സംഭവിച്ചു എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറക്കം കെടുത്തുന്നുണ്ട്. വളരെയധികം ഒരു ഭയാനകമാകുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങൾ ഇമോഷണലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ. ഒരു ഈഗോ എനർജിയിലൊക്കെ നിന്ന വ്യക്തികൾ, അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ മുഖം തിരിച്ച് ചില വ്യക്തികളുടെ ലൈഫിൽ കർമ്മ പിടികൂടുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഫ്യൂച്ചർ മുന്നോട്ടേക്ക് പോകുമ്പം കുറച്ച് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്ക് ഫ്യൂച്ചർ സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ചെറിയ ലോസ് നിങ്ങൾ നേരിടേണ്ടി വരും. ഈ ഒരു കർമ്മ ബേസിൽ നിൽക്കുന്ന വ്യക്തികൾ, ഈ കർമ്മ വന്നിരിക്കുന്ന ഒരു പക്ഷേ ഇമോഷണലി നിങ്ങൾ ആരെയെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഇമോഷണലി നിങ്ങൾ ബന്ധനത്തിലാക്കാനുള്ളൊരിട വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റിൽ നിന്നും നിങ്ങളെ തേടി വരുന്നൊരു സിറ്റുവേഷൻസാണ്. നിങ്ങളെ സംബന്ധിച്ച് മസ്കുലൻ എനർജീനെയാണ് ഈ ഒരു ഡെവിൾ എനർജി ശക്തമായിട്ട് പിടികൂടുന്നത് കേട്ടോ. ഫെമിനിയൻ അല്ല, മസ്കുലൻ എനർജിക്കാണ് ഡെവിൾ എനർജിയുടെ പ്രസൻസ് വന്നിരിക്കുന്നത്. ഫിസിക്കലി ആയിട്ടോ ഇമോഷണലി ആയിട്ടോ ആരെങ്കിലും ചൂഷണം, അതായത് ഒരു പവർ ലോസിങ്, ഒരു ഇരയാക്കപ്പെടുത്തിയ സിറ്റുവേഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അത് നമുക്കിവിടെ കാണിച്ച് തരുന്നത് ചെറിയ ചില നഷ്ടങ്ങളിലൂടെയോ വേദനയിലൂടെയോ ചെറിയ ഡിപ്രഷൻ എനർജിയിലൂടെയൊക്കെ നിങ്ങൾക്കതിനെ മറികടന്ന് പോകാൻ സാധിക്കും കേട്ടോ. അത് കാര്യമാക്കണ്ട. പക്ഷേ എന്നാലും കർമ്മ നേരിടേണ്ടി വരും. കർമ്മ എന്നത് അതിൻ്റേതായ സമയത്ത് തന്നെ നമ്മളെ കണ്ടെത്തും. നമ്മളെവിടെ ഒളിച്ചിരുന്നാലും നമ്മളെ തേടി വരും. അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിൽ നിങ്ങൾ കുറച്ച് ഡിലേ ആയെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അതായത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ തിരിച്ച് ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും ഫിനാൻസൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ പറ്റിക്കുകയോ നിങ്ങൾക്കത് ലഭിക്കാതെയൊക്കെ പോയെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാർഗത്തിലൂടെയാണെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വിശുദ്ധിയുടെ ഫലമായിട്ടും നിങ്ങൾക്കത് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഡിലേ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അബണ്ടൻസ് എനർജി ബേസ് ചെയ്തൊരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നമുക്കിവിടെ. അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന, നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റാത്ത ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷൻ, അത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് ചിന്തിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത ഒരു പാഷൻ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന, ഒരു പക്ഷേ ഒരു ഗവൺമെൻറ് ജോബ് ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫീൽഡിലാവാം, അതല്ല എങ്കിൽ ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിട്ട് കളയാതെ മുറുകെ പിടിച്ച, അത്രയും പ്രഷ്യസ് ആയിട്ട് പിടിച്ചൊരു കാര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് കുറച്ച് ആളുകളുടെ എനർജി ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച ചില എക്സ്പീരിയൻസിനെയൊക്കെ വെച്ച് നിങ്ങൾ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ മാറിത്തുടങ്ങി, നിങ്ങളൊരു ബാലൻസിലേക്ക് വന്നു, ഒരു സ്ട്രെങ്തിലേക്ക് വന്നു. മറ്റൊന്നും, അതായത് നിങ്ങൾക്ക് മുന്നിലുള്ള ഭൗതികമാകുന്ന മറ്റൊരു കാര്യങ്ങളെ നിങ്ങൾ പേടിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് വന്നു. നിങ്ങൾ നോ പറയാൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യാനും വേണ്ട എന്ന് വെക്കാനുമുള്ളൊരു പവർ എനർജിയിലേക്ക് കുറേ ആളുകളുടെ എനർജി മാറുന്നുണ്ട്. എയ്സ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ, ഒരു വിവാഹമാവാം, അതല്ലെങ്കിൽ കരിയർ എനർജിയിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ, ഒന്നിലധികം സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവുന്നതാവാം. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് വളരെ ഇൻസ്പിറേഷനോട് കൂടി നിന്നിരുന്നത്, അതെല്ലാം നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആകുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നു. അതായത് നിങ്ങൾ ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അമിതമായിട്ടൊന്നിനോടും ആഗ്രഹമില്ലാതെ ഉള്ളതിൽ സംതൃപ്തിപ്പെടുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് എനർജിയിലൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്ത ചില ക്രിയേറ്റിവിറ്റിയുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു
ഒരു മാജിക്ക് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പോസിറ്റിവിറ്റി നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട്. ദ എംബറർ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഗാർഡിയൻ എനർജിയിൽ ഇന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിരിക്കുന്ന, അതായത് ചില വ്യക്തികളുടെ ആ ഒരു പൊസിഷൻ എനർജിയെ ബേസ് ചെയ്ത് ചില വീഴ്ചകൾ സംഭവിക്കുക, അല്ലെങ്കിൽ ചില നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ എപ്പോഴും ദ എംബറർ എനർജി എന്ന് പറഞ്ഞാലും നിങ്ങൾ നീതിപൂർവ്വം നിലനിൽക്കണമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഴ്ചയ്ക്ക് കാരണമാകും. നിങ്ങളുടെ ആ ഒരു പൊസിഷൻ, നിങ്ങളുടെ ആ ഒരു പവർ എനർജിക്കൊരു തട്ടുകേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എംബറർ എനർജി എന്ന് പറഞ്ഞാൽ ഗാർഡിയൻ എനർജിയിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു കമാൻഡിങ് എനർജിയിലുള്ള വ്യക്തികളുടെ പ്രസൻസ് ആണ്. അത് ചിലപ്പോൾ ഈ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ കറക്റ്റ് നീതിപൂർവ്വം കാര്യങ്ങളെ കണ്ടില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്ക് കാരണമാവുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. വളരെയധികം ഇമോഷണൽ ഹാപ്പിനെസ്, ഇന്നൊരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി, ഒരു ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ള യോഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഗ്രോത്തിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഉറച്ച വിശ്വാസത്തോട് ദൈവീകമാകുന്ന അനുഗ്രഹത്തോടുകൂടി അടുത്ത പാതയിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സമയം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് വളരെ സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത്. പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഗ്രോത്തൊക്കെ വരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്കി എനർജിയൊക്കെ, ഗുഡ് ലക്ക് എനർജിയിലേക്കൊക്കെ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ എടുത്തുചാട്ടം മാറ്റി സമാധാനപരമായിട്ട് കാര്യങ്ങൾ നോക്കുക എന്നാണ് കാണുന്നത്. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ ഇന്നൊരു വില കൽപ്പിക്കുന്നതൊക്കെ ശരിയല്ല. അതായത് നിങ്ങളുടെ തീരുമാനങ്ങൾ ഇത് റോങ് ആണ്, ഇത് മോശമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുക, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അതിന് പറ്റിയൊരു സമയമല്ല. നിരാശ, ദുഃഖമൊന്നും ഒരു അങ്ങനെയുള്ള, അതായത് ഒരു തെറ്റിദ്ധാരണയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്ന് വ്യതിചലിക്കണം. അത് ശരിയല്ല എന്നാണ്.